Hi guys, welcome to today's session of the Hindu Decode by Geoid. സോ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഗസയിലുള്ള വാറിനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ന്യൂസ്. ദ വാർ ഓൺ ഗസ എക്സ്പോസിങ് ഇസ്രായേൽസ് ഹിഡൻ അംബീഷൻ. ഓക്കെ, സോ പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ മെയിൻസിൽ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻ ജി എസ് പേപ്പർ 2 വരുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗസയിൽ ഈ ഒരു വാർ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 612 ദിവസത്തിനടുത്തായി. ഓക്കെ, മോർ ദാൻ 54,000 ആളുകൾക്ക്, മോസ്റ്റ്ലി സിവിലിയൻസിന് അവരുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആൻഡ് മെനി മോർ ഹാവ് ബീൻ ഹേർട്ട്. സോ ഒരുപാട് ആൾക്കാരെ പട്ടിണിക്ക് ഇട്ടിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് നെതന്യാഹുവും ടീമും കൂടിയിട്ട്. ഓക്കെ, ദേ ആർ ഓൾസോ ബീങ് സ്റ്റാർവ്ഡ് ഓൺ പർപ്പസ്, വിച്ച് ഇസ് എ വെരി സീരിയസ് ഹ്യൂമൻ റൈറ്റ് അബ്യൂസ്. സോ ഇസ്രായേൽ പറയുന്നത് അവർ ഈ ഒരു ഫൈറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലീസിനെ ഹമാസ് പിടിച്ചുകൊണ്ട് പോയ ആ ഒരു ഹോസ്റ്റേജേഴ്സിനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഹമാസിനെ അവിടുന്ന് തുടച്ചു നീക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്, ആൻഡ് ടു ഡിസാം ഗാസ എന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ ഈ ഒരു ആക്ഷൻസ്, ബോംബിംഗ് ആണെന്നുണ്ടെങ്കിലും പിന്നെ പട്ടിണിക്കിടലാണെന്നുണ്ടെങ്കിലും ഈ ഒരു മാസ് കില്ലിംഗ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ജിനോസൈഡ് എന്ന് നമുക്ക് പറയാം അല്ലെ. സോ ദേ ഡോണ്ട് മാച്ച് ദീസ് ഗോൾസ് അല്ലെ. ദിസ് സജസ്റ്റ് ദാറ്റ് ദ റിയൽ റീസൺ മേ ബി ഡിഫറെന്റ് ഫ്രം വാട്ട് ദേ സേ. സോ അതിന് പിന്നിലുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. പിന്നെ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ദ വാർ സീം ലൈക്ക് എ ഫെയർ റെസ്പോൺസ്. ഓക്കെ, ഈ വാറിനെ വളരെ ഫെയർ ആയിട്ടാണ് ന്യായീകരിക്കുന്നത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഒക്കെ. അതേപോലെ ഒരുപാട് വെസ്റ്റേൺ കൺട്രീസ് ഇതിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദേ സപ്പോർട്ട് ദിസ് വ്യൂ. ഈവൻ ദോ മെനി എക്സ്പേർട്ട് നൗ സേ വാട്ട്സ് ഹാപ്പനിങ് ഇസ് ലൈക്ക് എ ജിനോസൈഡ്. ഓക്കെ, സോ ഒരുപാട് ആൾക്കാർക്ക്, അതായത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ഇസ് എ ഗ്രോയിങ് കൺസേൺ ദാറ്റ് ദ വാർ ഇസ് നോട്ട് അബൌട്ട് വാട്ട് ഇറ്റ് ക്ലെയിം ടു ബി, ബട്ട് അബൌട്ട് ഡിസ്ട്രോയിങ് ഗസ, ഓക്കെ, വിത്ത് ദ വേൾഡ് വാച്ചിങ് എന്നുള്ളതാണ്. സോ ഈ ഒരു വാറിലെ നമ്മുടെ ആ ഒരു ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ആ ഒരു നെതന്യാഹുവിന്റെ പങ്ക് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷെ ഇത് അയാളുടെ ഒരു പേഴ്സണൽ പൊളിറ്റിക്സിനും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് എ മച്ച് ഓൾഡർ ആൻഡ് ഡീപ്പർ പ്ലാൻ. അതായത് ചില എക്സ്പേർട്സ് ബിലീവ് ചെയ്യുന്നത് ഈ ഒരു റിയൽ ഗോൾ, ഇസ്രായേലിന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു ഗോൾ എന്ന് പറയുന്നത്, ഈ ഒരു വാറിന്റെ ഗോൾ എന്ന് പറയുന്നത് പലസ്റ്റീൻസിനെ ഗസയിൽ നിന്നും പുറത്താക്കുക എന്നുള്ളതാണ്. ഓക്കെ, അല്ലാതെ ഹമാസുമായിട്ട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളത് അല്ല. ഓക്കെ, നോട്ട് ജസ്റ്റ് ടു ഫൈറ്റ് വിത്ത് ഹമാസ്. ഇതാണ് ചില എക്സ്പേർട്സ് പറയുന്നത്. അതാണ്, നമുക്കും അത് തന്നെയാണ് തോന്നുന്നത് അല്ലേ. ഓക്കെ, ഇപ്പോ ഗസയിലുള്ള ആ ഒരു സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ ഇവരുടെ ഇസ്രായേലിന്റെ പിന്നിലുള്ള മെയിൻ അവരുടെ ആ ഒരു അജണ്ട എന്ന് പറയുന്നത് ഗസയിൽ നിന്നും പലസ്റ്റീൻസിനെ പുറത്താക്കുക, ടു പുഷ് പലസ്റ്റീൻസ് ഔട്ട് ഓഫ് ഗസ, നോട്ട് ജസ്റ്റ് ടു ഫൈറ്റ് ഹമാസ്. സോ ഇവരുടെ ഈ ഒരു ഐഡിയ പുതിയതൊന്നും അല്ല. ഓക്കെ, പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ടായതൊന്നും അല്ല. അല്ലാണ്ട് ഈ നെതന്യാഹുവിന്റെ പേഴ്സണൽ പൊളിറ്റിക്സ് അല്ല, അത് അതിനും അപ്പുറത്താണ്. ഓക്കെ, ഇത് 1948 ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്തപ്പോൾ തൊട്ടിട്ടുള്ള ആ ഒരു അവരുടെ ആ ഒരു പ്ലാനിന്റെ ഭാഗം തന്നെയാണത്. ഓക്കെ, ഇറ്റ് ഗോസ് ബാക്ക് ടു 1948 വെൻ ഇസ്രായേൽ വാസ് ഫസ്റ്റ് ക്രിയേറ്റഡ്. ആൻഡ് അന്ന് തന്നെ മെനി പാലസ്റ്റീൻസ് വർ ഫോഴ്സ് ടു ലീവ്. അപ്പോൾ അതിനെ പലസ്റ്റീൻസ് അതിനെ വിശേഷിപ്പിക്കുന്നത് ഇറ്റ് ആസ് എ കാറ്റസ്ട്രോഫി ആയിട്ടാണ് അതിനെ വിശ്വസിക്കുന്നത്. ആൻഡ് അതിനെ അവർ വിളിക്കുന്നത് നക്ബ എന്നാണ്. ഓക്കെ, ഇവരുടെ ഒരു നമ്മൾ ഇതിൻ്റെ ഈ ഒരു എക്സ്പൾഷൻ്റെ ഹിസ്റ്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1956 ഇസ്രായേലിൽ ഒരു തവണ ഈ ഒരു പലസ്റ്റീൻസിനെ ഗാസയിൽ നിന്നും പുറത്താക്കിയിട്ട് അവരെ കംപ്ലീറ്റ് ആയിട്ട് ഈജിപ്തിലേക്ക് തട്ടാനുള്ള ഒരു പ്ലാൻ ഇട്ടുണ്ടായിരുന്നു ഇസ്രായേൽ. ഓക്കെ, ദേ ട്രൈ ടു ഫോഴ്സ് പാലസ്റ്റീൻസ് ഇൻ ഗസ ഇൻ ടു ഈജിപ്റ്റ്. പക്ഷേ നമ്മുടെ ഈ ലോകം മുഴുവൻ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. 2024 ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം 1960 തൊട്ടിട്ട് ഇസ്രായേലിൻ്റെ ലീഡേഴ്സ് ഇത് നൈസായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഓക്കെ, ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് പലസ്തീൻസ് ഇൻ ഗാസ. ചില ഇസ്രായേലീസ് ബിലീവ് ചെയ്യുന്നത് ഈ ഒരു 1948 ആ ഒരു ജൂയിഷ് സ്റ്റേറ്റ് ആയിട്ട് ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്തത്. ചില ഇസ്രായേലീസ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ദി 1948 പ്ലാൻ ടു ക്രിയേറ്റ് എ ജൂയിഷ് മെജോറിറ്റി സ്റ്റേറ്റ് ബൈ റിമൂവിങ് പാലസ്റ്റീൻസ് വാസ് നെവർ ഫുള്ളി ഫിനിഷ്ഡ്. ഓക്കെ, അങ്ങനെയാണ് അവർ വിശ്വസിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പലസ്റ്റീൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് അത് കംപ്ലീറ്റ് ആയിട്ട് അന്ന് നടന്നിട്ടില്ല. ആൻഡ് ഇറ്റ് വാസ് നെവർ ഫുള്ളി ഫിനിഷ്ഡ്. സോ ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത് അവർക്ക് അവരുടെ ജോലി തീർക്കണം എന്നുള്ളതാണ്. ദേ വാണ്ട് ടു ഫിനിഷ് ദ ജോബ്, ഓക്കെ, ബൈ പുഷിങ് ഔട്ട് ഈവൻ മോർ പലസ്റ്റീൻസ്.
ഓക്കെ, എന്നാൽ മാത്രമേ അവരുടെ ആ ഒരു ദൗത്യം പൂർണ്ണമാവൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു വാറ് ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ലോങ് സ്റ്റാൻഡിങ് സ്ട്രാറ്റജി ടു റിമൂവ് പാലസ്തീൻസ് ഫ്രം ഗാസ. ഓക്കെ, ഇത് ഇതൊരു കറണ്ട് ഇവൻറ്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂസിനെതിരായിട്ടുള്ള ഒരു റെസ്പോൺസിനേക്കാളും ഉപരി ഇത് അവരുടെ ഒരു ലോങ് സ്റ്റാൻഡിങ് സ്ട്രാറ്റജി ആയിരുന്നു ഇസ്രായേലീസിൻ്റെ, ടു റിമൂവ് പാലസ്തീൻസ് ഫ്രം ഗസ. പിന്നെ ഇസ്രായേൽ മെയിനായിട്ടുള്ളൊരു ത്രെട്ടായിട്ട് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മെയ് 2025 പ്രകാരം, അടുത്ത റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ അവിടെ ഏകദേശം ഒരു 7.4 മില്യൺ പാലസ്തീൻസ് ജീവിക്കുന്നുണ്ട്. ദേ ആർ ലിവിങ് ഇൻ ദ ഹിസ്റ്റോറിക് പാലസ്തീൻ. ഓക്കെ, സോ ഈ ഒരു നമ്പർ നമ്മുടെ ജൂയിഷ് ഇസ്രായേലീസുമായിട്ട് ഏകദേശം അടുത്ത് വരും. ഓക്കെ, ദ സെയിം നമ്പർ ആസ് ജൂയിഷ് ഇസ്രായേലീസ്. ഓക്കെ, ഒരു ഏകദേശം ഒരു സെയിം പോപ്പുലേഷനാണ്, ഈക്വൽ പോപ്പുലേഷൻ. ഓക്കെ, സോ ഇതിന് ഈ ഒരു ഈക്വൽ പോപ്പുലേഷനെ നമ്മുടെ ഇസ്രായേൽ കാണുന്നത് ഒരു ത്രെട്ടായിട്ടാണ്. ഓക്കെ, അവർ വിശ്വസിക്കുന്ന അവരുടെ ആ ഒരു ജൂയിഷ് മെജോറിറ്റി കൺട്രോൾ, ആ ഒരു റീജിയനിലുള്ള അവരുടെ ആ ഒരു ജൂയിഷ് മെജോറിറ്റി കൺട്രോൾ അവർക്ക് നഷ്ടമാവും എന്നവർ വിശ്വസിക്കുകയാണ്. ഓക്കെ, ഈ ഒരു ഈക്വൽ പോപ്പുലേഷൻ കാരണം. സോ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ നടത്തുന്ന എക്സ്ട്രീം പോളിസീസാണ്. ഓക്കെ, ആൾക്കാരെ വംശീയതയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യുക, സെപ്പറേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ബൈ റേസ് ഓർ എത്നിസിറ്റി. അതേപോലെ തന്നെ പലസ്തീൻസിനെ പുറത്താക്കുക, അവരുടെ സ്ഥലത്ത് നിന്ന് അവരെ അടിച്ചോടിക്കുക, പുഷിങ് പലസ്തീൻസ് ഔട്ട്, എക്സ്പൾഷൻ. അതേപോലെ തന്നെ ഒരു പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുക, എങ്ങനെ ആ ഒരു പ്ലാനിങ്ങും അല്ലെങ്കിൽ അവരുടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു സ്ഥലത്തിലെ ആ ഒരു പോപ്പുലേഷൻ ചേഞ്ച് ചെയ്യുക. നമുക്ക് അതിനൊരു ഡെമോഗ്രഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറയാം. സോ ഈ ഒരു ഡെമോഗ്രഫിക് എഞ്ചിനീയറിംഗിലൂടെയും എക്സ്പൾഷനിലൂടെയും ഈ വംശീയതയുടെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ തരംതിരിക്കുന്നതിലൂടെയാണ് ഇവർ ഈ ഒരു സ്ഥലത്തിന്റെ കൺട്രോൾ എടുക്കുന്നത്. ഓക്കെ, വളരെ എക്സ്ട്രീം ആയിട്ടുള്ള പോളിസീസ് ആണ്. പിന്നെ നമുക്കറിയാം ഈ ഒരു വാറ് തുടങ്ങിയത് ഒക്ടോബർ 2023 സോ ഈ ഒരു വാറ് തുടങ്ങിയിട്ട് 2 ദിവസത്തിന് ശേഷം തന്നെ ഇസ്രായേൽ ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിരുന്നു, ടു പ്ലാൻ ഹൗ ടു മൂവ് പാലസ്തീൻസ് ഔട്ട് ഓഫ് ഗസ. സോ ഈ ഒരു പ്ലാന് അവരുടെ ഒരു പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇവരെ ഈ ഒരു പാലസ്തീൻസിനെ ഒന്നെങ്കിൽ ഈജിപ്തിലേക്ക് പറഞ്ഞു വിടുക. ഓക്കെ, സെൻഡ് ദം ടു ഈജിപ്റ്റ് ഓർ ഈവൻ ആഫ്രിക്കൻ കൺട്രീസ്, അതായത് ഈ റവാണ്ടയിലേക്കും ഉഗാണ്ടയിലേക്കും ഒക്കെ ഈ പലസ്തീൻസിനെ അവരുടെ സ്ഥലത്ത് നിന്ന് അടിച്ചോടിക്കുക. ഓക്കെ, ഇതിന് അവർ വിളിച്ചിരുന്നത് ഒരു വോളണ്ടറി റീസെറ്റിൽമെന്റ് എന്നാണ്. ഓക്കെ, ഇത് ഫോഴ്സ് ചെയ്ത് ആൾക്കാരെ പട്ടിണിക്കിട്ട് ആൾക്കാരെ കൊന്നൊടുക്കിയിട്ട്, ഓക്കെ, ഈവൻ ദോ ദേ ആർ ഫോഴ്സ്ഡ്, ഇതിന് പറയുന്നത് ഇറ്റ് ഈസ് ബീങ് ഫാൾസ്ലി കോൾഡ് ആസ് വോളണ്ടറി റീസെറ്റിൽമെന്റ്. ഓക്കെ, ഇനി വാർ ക്രൈംസിന്റെ കാര്യം എടുക്കുന്ന ഇന്റർനാഷണൽ ലോസ് ഒക്കെ പ്രകാരം ഇങ്ങനെ ആൾക്കാരെ ഫോഴ്സിങ് പീപ്പിൾ ടു മൂവ് ലൈക്ക് ദിസ് ഈസ് എ വാർ ക്രൈം. ഓക്കെ, ഇതൊരു വാർ ക്രൈം ആണ്. പക്ഷെ ഇസ്രായേൽ ലീഡേഴ്സ് പറയുന്നത് ഇതിന് റീബ്രാൻഡ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, ഇതിനൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ആയിട്ടാണ് ഇവർ കാണുന്നത്. ആൾക്കാർ അവരുടെ സ്ഥലത്ത് നിന്നും അടിച്ചോടിച്ചിട്ട് ഇവരിതിന് പറയുന്നത് വേറെ സ്ഥലത്തേക്ക് അവർ പൊക്കോട്ടെ, അതൊരു ഡെവലപ്മെന്റ് ആണ്, അല്ലെങ്കിൽ അത് ഇവർ നൽകുന്ന ഒരു സഹായമാണ് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ നായകൻ ട്രംപിന് ഇവിടെ ഒരു കോൺട്രവേഴ്ഷ്യൽ പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മുടെ US പ്രസിഡന്റ് ആയിട്ടുള്ള ട്രംപ് ഈ ഗാസയിലെ കോസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ഇതിനൊരു ഫാൻസി ടൂറിസ്റ്റ് ഏരിയ ആക്കാനാണ് നമ്മുടെ ട്രംപിന്റെ പ്ലാന്. ഓക്കെ, ഇതിന് ഇവര് ഒരു എന്താ പറയുക, ഒരു മിഡിൽ ഈസ്റ്റ് റിവേര എന്നാണ് ആ ഒരു പ്ലാന് ട്രംപിന്റെ. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയാ, ഈ ഒരു കടലിന്റെ തീരത്തായിട്ട് ഒരു സുഖവാസ സ്ഥലം, ഓക്കെ, ഒരു ചില്ലിങ് സ്പോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നെതന്യാഹുവിന്റെയും നമ്മുടെ ട്രംപിന്റെയും പ്ലാൻ. ഇത്രയും ആൾക്കാരെ കൊന്നൊടുക്കി അവരവരുടെ സ്ഥലത്ത് നിന്ന് അടിച്ചോടിച്ച് പട്ടിണിക്കിട്ട് ആൾക്കാരെ കൊന്നിട്ട് ഇവിടെ അവർക്കൊരു സുഖവാസ സ്ഥലം ഉണ്ടാക്കണം. ഓക്കെ, ദിസ് പ്ലാൻ വുഡ് പുഷ് പലസ്തീൻസ് ഔട്ട് ആൻഡ് ദേ നീഡ് ടു ബിൽഡ് ലക്ഷറി റിസോർട്ട്സ്. സോ ഈ നെതന്യാഹു ഈ ഒരു പ്ലാനിനെ സപ്പോർട്ട് ചെയ്തിട്ട് നെതന്യാഹു പറഞ്ഞത് ആ ഒരു ഏരിയയുടെ ഫ്യൂച്ചർ എന്നുള്ളത് ഈ ഒരു പ്ലാനാണ് അത്രേ. ദ ഓൺലി വയബിൾ ഫ്യൂച്ചർ എന്നാണ് നെതന്യാഹു പറഞ്ഞത്. ഓക്കെ, ഇസ്രായേലിന്റെ പേടി, അതായത് അവരുടെ ആ ഒരു ജൂയിഷ് മെജോറിറ്റി അവിടെ നഷ്ടമാവോ എന്നുള്ളൊരു പേടിയാണ് അവരെ ഇതിലേക്കൊക്കെ എത്തിച്ചത്. സോ ദേ ആർ യൂസിങ് വാർ പോളിസീസ് ആൻഡ് ഈവൻ റിയൽ എസ്റ്റേറ്റ് ഡ്രീംസ് ടു പുഷ് പലസ്തീൻസ് ഔട്ട്. ചില എക്സ്പേർട്സ് ഇതിനെ വിളിക്കുന്നത് എത്നിക് ക്ലെൻസിങ് എന്നൊക്കെയാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡിസ്കസ്ഡ് ആസ് എ ഡെവലപ്മെന്റ്. സോ ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്,
ഓക്കെ, ഈ ഒരു ഗാസയിലുള്ള ഈ ഒരു വാർ അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസ്ട്രക്ഷൻ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫൈറ്റിംഗ് ഹമാസിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല. അതിനെ മുൻനിർത്തിയിട്ട് ഇസ്രായേലിന്റെ പ്ലാനുകൾ മുമ്പ് തൊട്ടേ അവർ പ്ലാൻ ചെയ്തിരുന്ന അവരുടെ പരിപാടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നെതന്യാഹു. ഓക്കെ, അല്ലാതെ മിലിറ്ററി ടാർഗറ്റ്സിനെ ഹിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഈ ഒരു ഹമാസിനെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിലും അപ്പുറത്താണ്. സോ ഇറ്റ്സ് ടു ലാർജ് ആൻഡ് ടു ഫോക്കസ്ഡ് ടു ബി ആക്സിഡന്റൽ. ഇറ്റ് ലുക്സ് പ്ലാൻഡ് അല്ലെ. റിയൽ ആയിട്ടുള്ള ഇസ്രായേലിന്റെ ഗോൾ എന്താന്ന് വെച്ചാൽ പലസ്തീൻസിന്റെ ആ ഒരു പ്രസൻസിനെ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് ഇറേസ് ചെയ്യുക. ഓക്കെ, ദ ഡാമേജ് സീംസ് ടു ബി എ പാർട്ട് ഓഫ് എ ഡെലിബറേറ്റ് എഫേർട്ട് ടു ഡിസ്ട്രോയ് പാലസ്തീൻ ലൈഫ് ആൻഡ് കൾച്ചർ. അവരുടെ ജീവിതവും അവരുടെ കൾച്ചറും നശിപ്പിക്കുക, അതേപോലെ പാലസ്തീൻസിനെ ഫോഴ്സ് ചെയ്യുക അവരുടെ സ്ഥലത്ത് നിന്നും അവരെ ടു ലീവ് ദെയർ ലാൻഡ്. ദേ ഫോഴ്സ് പാലസ്തീൻസ് ടു ലീവ് ദെയർ ലാൻഡ്. സോ ഈ ഒരു വാർ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പൊളിറ്റിക്സ് ഓർ മിലിറ്ററി ഗോൾസ്. ഇറ്റ് ഈസ് അബൌട്ട് ചേഞ്ചിങ് ദി ജോഗ്രഫി ആൻഡ് പോപ്പുലേഷൻ. ഓക്കെ, ബേസിക്കലി ഈ ഒരു പലസ്തീൻസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഓൺലി ജൂയിഷ് കൺട്രോൾ റിമെയിൻസ് അക്രോസ് ദി എൻറ്റയർ ഏരിയ. സോ അതാണ് അവർക്ക് വേണ്ടത്. ഓക്കെ, ഈ ഒരു പലസ്തീൻസിനെ റിമൂവ് ചെയ്യുന്നതിലൂടെ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു എൻറ്റയർ ഏരിയ ജൂയിഷ് കൺട്രോളിലാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്ലാൻ. ഫ്രം നമ്മുടെ ജോർദാൻ റിവർ തൊട്ടിട്ട് മെഡിറ്ററേനിയൻ സീ വരെ. സോ അത് നിങ്ങൾ ഈ ഒരു വാർ തുടങ്ങിയതിന് ശേഷം പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, ഫ്രം ദ റിവർ ടു ദ സീ എന്നുള്ളത് അല്ലേ. സോ ഈ ഒരു ഹിസ്റ്റോറിക് പാലസ്തീനിൻ്റെ ആ ഒരു എൻറ്റയർ ഏരിയ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോറിക് പാലസ്തീനിലുള്ളത് ആ ഒരു വെസ്റ്റ് ബാങ്ക്, അതേപോലെ ഗാസ സ്ട്രിപ്പ് ആൻഡ് ഇപ്പോൾ ഇസ്രായേലുള്ള ആ ഒരു സ്ഥലം, ഇസ്രായേലിൻ്റെ ആ ഒരു സ്ഥലം, ഓൾ ഓഫ് പ്രസൻറ്റ് ഡേ ഇസ്രായേൽ. സോ ഫ്രം ദ റിവർ ടു ദ സീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് അബൌട്ട് കൺട്രോളിങ് ദ ഹോൾ ലാൻഡ് ബിറ്റ്വീൻ ദി ജോർദാൻ റിവർ ആണ് ഈസ്റ്റ് ബോർഡർ ജോർദാൻ റിവർ ആണ്. അതേപോലെ തന്നെ വെസ്റ്റ് നമ്മുടെ മെഡിറ്ററേനിയൻ സീ ആണ്, വെസ്റ്റേൺ ബോർഡർ മെഡിറ്ററേനിയൻ സീ ആണ്. സോ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു എൻറ്റയർ ലാൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ, വിത്തൗട്ട് എനി പാലസ്തീൻ സ്റ്റേറ്റ് ഓർ പീപ്പിൾ ലെഫ്റ്റ് ഇൻ ഇറ്റ്. സോ ഈ ഒരു വാർ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മിലിറ്ററി ഗോൾസ്. സോ ഇതിൻ്റെ എയിം എന്നുള്ളത് പലസ്തീൻസിനെ ആ ഒരു ഏരിയയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുക. സോ അവിടെ ഒരു ജൂയിഷ് ആൾക്കാർ മാത്രം ആക്കാനുള്ളൊരു പ്ലാനാണ്. ഓക്കെ, so that only Jewish people remain in control of the full area from the Jordan River to the Mediterranean Sea. Okay, so that's it guys. We'll move on to our next news, which is India's uneasy balancing act in the Bay of Bengal. സോ ഇതിൻ്റെ ഒരു റെലവൻസ് പ്രിലിംസിൽ നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ടോപ്പിക്കാണത്. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 വരുന്നതാണ്, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബർഹുഡ് റിലേഷൻസ്. സോ നമ്മളിവിടെ ഈ ഒരു ന്യൂസിലെ ബാക്ക്ഗ്രൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അതായത് ഇന്ത്യയുടെ ആ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള ട്രേഡ് ദിനം ദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു ഈസ്റ്റേൺ പോർട്സിലൂടെയാണ് ഒരുപാട് ട്രേഡ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വിശാഖപട്ടണം, പാരദീപ് എന്നുള്ളത് ഒഡീഷയിലുള്ള ഒരു പോർട്ടാണ്. ആൻഡ് ഹൽദിയ അത് വെസ്റ്റ് ബംഗാളിലുള്ളതാണ്. സോ ഈ ഒരു പോർട്ടുകളാണ് ഇപ്പോൾ കൂടുതൽ കാർഗോസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇത് കാണിക്കുന്നത് ആ ഒരു ഏരിയയിലുള്ള ആ ഒരു ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ ആ ഒരു ഈസ്റ്റേൺ കോസ്റ്റ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ അറ്റ് ഹാൻഡ്ലിംഗ് ഗുഡ്സ് ആൻഡ് ട്രേഡ്. സോ ഇത് കാണിക്കുന്നത് ആ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള നമ്മുടെ എക്കണോമി സ്ട്രെങ്തൺ ചെയ്യുന്നതാണ് അല്ലേ. പിന്നെ നമ്മൾ BIMSTEC, അതായത് നമ്മൾ ആ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരുന്നു അല്ലേ, ബിംസ്റ്റെക് BIMSTEC. സോ ഈ ഒരു എഗ്രിമെൻറ്റ് നമ്മൾ സൈൻ ചെയ്തിരുന്നു. ഇറ്റ് ഈസ് എ മാരിടൈം എഗ്രിമെൻറ്റ്. ആൻഡ് ഇതിലുള്ള മെമ്പർ കൺട്രീസ് എന്നുള്ളത് ഒന്ന് ബംഗ്ലാദേശാണ്. സോ ഇത് ദി കൺട്രീസ് ഡിപ്പെൻഡൻ്റ് ഓൺ ദി ബേ ഓഫ് ബംഗാൾ ആ ഒരു ഏരിയയിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കൺട്രീസാണ് ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുന്നത്. മെയിൻലി ബംഗ്ലാദേശ്, അതേപോലെ ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലാൻഡ്. ഓക്കെ, സോ ഇവരുടെ ഈ ഒരു ഡീലിൻ്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഷിപ്പിംഗ് കുറച്ചും കൂടി ഈസിയർ ആക്കുക, അതേപോലെ തന്നെ പോർട്ടിലൊക്കെ വരുന്ന കോസ്റ്റ് അത് കുറയ്ക്കുക, പിന്നെ ആ ഒരു ട്രേഡ് റൂൾസിനെ റിമൂവ് ചെയ്യുക. ഓക്കെ, ദാറ്റ് സ്ലോസ് തിങ്സ് ഡൗൺ. റിമൂവ് ട്രേഡ് റൂൾസ് ദാറ്റ് സ്ലോസ് തിങ്സ് ഡൗൺ. സോ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്, സോ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കീ ടേക്ക് അവേ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത് നമ്മുടെ ഈസ്റ്റേൺ പോർട്ട് വഴിയാണ്.
ആൻഡ് നമ്മുടെ ഈ ഒരു പുതിയൊരു ബിംടെക് എന്ന് പറയുന്ന ഈ ഒരു എഗ്രിമെൻ്റ് വഴി ഇറ്റ് വിൽ മേക്ക് ട്രേഡ് ഈവൻ ഫാസ്റ്റർ ആൻഡ് ചീപ്പർ. ഇത് കുറച്ചും കൂടി ഹെൽപ്പ് അസ് ടു കണക്ട് ദ റീജിയൻസ് ബെറ്റർ ദാൻ ബിഫോർ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമുക്കറിയാം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ആ ഒരു പ്രശ്നം ഇപ്പോൾ കുറച്ചും കൂടി വഷളായിരിക്കുകയാണ് കുറച്ച് മാസങ്ങളായിട്ടല്ലേ. സോ ഏപ്രിലിൽ നമ്മൾ ബംഗ്ലാദേശിൻ്റെ അടുത്ത് ഈ ഒരു നമ്മുടെ പോർട്ട് ഒന്നിന് യൂസ് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടു സെൻഡ് ഗുഡ്സ് ടു അതർ കൺട്രീസ്. വേറെ രാജ്യങ്ങളിലേക്ക് ഈ സാധനങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോർട്ട് ഇനി ബംഗ്ലാദേശ് യൂസ് ചെയ്യണ്ട എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഒഫീഷ്യലി ഇന്ത്യ സെഡ് ദാറ്റ് നമ്മുടെ പോർട്ടുകൾ ഭയങ്കരധികം ക്രൗഡഡ് ആണ്, ഓക്കെ, ഒരു ലോജിസ്റ്റിക്കൽ കൺജഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് പൊളിറ്റിക്കലൊന്നും അല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ബംഗ്ലാദേശ് ഇതിനെ കാണുന്നത് കറക്റ്റ് ഒരു പൊളിറ്റിക്കൽ റീസൺ ആയിട്ടാണ്. റിയൽ റീസൺ ഈസ് പൊളിറ്റിക്കൽ എന്നാണ് ബംഗ്ലാദേശ് ഇതിനെ കണക്കാക്കുന്നത്, നോട്ട് പ്രാക്ടിക്കൽ. ഇറ്റ് മേ ബി ബിക്കോസ് ബംഗ്ലാദേശിൻ്റെ ആ ഒരു, നമുക്കറിയാം ബംഗ്ലാദേശ് ഇപ്പോൾ ചൈനയായിട്ട് ഭയങ്കര ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇത് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, വിച്ച് ഇന്ത്യ ഡസൻ ലൈക്ക്. സോ ഇതിനിടയിൽ കാര്യങ്ങൾ പിന്നെയും വഷളാക്കിയത് എന്താണെന്ന് വെച്ചാൽ, വാട്ട് മെയ്ഡ് തിങ്സ് വേഴ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബംഗ്ലാദേശിൻ്റെ ഒരു ലീഡർ ഹി സെഡ് ദാറ്റ് നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ലാൻഡ് ലോക്ക്ഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ശരിയാണ്, ഇറ്റ് ഈസ് കട്ട് ഓഫ് ഫ്രം ദ സീ ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബംഗ്ലാദേശിനെയാണ് ഈ ഒരു സീ ആക്സസിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ബംഗ്ലാദേശിൻ്റെ ആ ഒരു ലീഡർ പറഞ്ഞു. ഇത് നമ്മുടെ ഇന്ത്യൻ ഒഫീഷ്യൽസിനെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചു. അതായത് ഇന്ത്യയുടെ ആ ഒരു നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്തിനെ ഒരു എന്താ പറയുക, തീരെ വില വയ്ക്കാത്ത പോലെയാണ് അവർ സംസാരിച്ചത്. ഓക്കെ, സോ ഇന്ത്യയുടെ റെസ്പോൺസ് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള ആ ഒരു ട്രേഡിലുള്ള വേറെ ഫോറിൻ ഡിപ്പെൻഡൻസ് നമ്മൾ റിഡ്യൂസ് ചെയ്യാനാണ് നമ്മൾ നോക്കിയത്. ഇന്ത്യ ഈസ് വർക്കിംഗ് ടു റിഡ്യൂസ് ദി ഡിപ്പെൻഡൻസ് ഓൺ അതേഴ്സ് ഫോർ ട്രേഡ് ഇൻ നോർത്ത് ഈസ്റ്റ്. സോ നമുക്ക് പോർട്ട് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സാഗർമാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതേപോലെ GST റിഫോംസ് നമ്മൾ കൊണ്ടുവന്നു. അതേപോലെ കോസ്റ്റൽ ഷിപ്പിംഗ് ഇൻസെൻറ്റീവ്സ് നമ്മൾ കൊണ്ടുവന്നു. സോ ഈ ഒരു പ്രൊജക്ട്സിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, വി വാണ്ട് സ്ട്രോങ് കൺട്രോൾ ഓവർ അവർ ഓൺ ട്രേഡ് റൂട്ട്സ് അല്ലേ, എസ്പെഷ്യലി ആ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയനിലും നോർത്ത് ഈസ്റ്റിലും. സോ ഇന്ത്യ ഈ ഒരു പോർട്ട് ഡീല് ബംഗ്ലാദേശുമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാരണം ഒഫീഷ്യൽസ് പറഞ്ഞത് ക്രൗഡിങ് ആണെന്നാണ്. പക്ഷേ ലൈക്ലി ബിക്കോസ് ഓഫ് റൈസിങ് ടെൻഷൻസ്, എസ്പെഷ്യലി ആ ഒരു ബംഗ്ലാദേശിൻ്റെ ആ ഒരു ചൈനയായിട്ടുള്ള ആ ഒരു ടൈപ്പും ആൻഡ് നമ്മുടെ ആ ഒരു നോർത്ത് ഈസ്റ്റേൺ റീജിയൻ ആ ഒരു വളരെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് അവർ കണ്ടതൊക്കെ, അതൊക്കെ വളരെ നെഗറ്റീവായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ India is now focusing more on strengthening its own coastal trade, our own coastal trade. സോ നമ്മുടെ ഈ ഒരു ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനാണ് നോക്കുന്നത്. ഗൈസ്, ഇവിടെ നല്ല മഴയുണ്ട്. സോ മഴയുടെ നോയ്സ് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. സോ ഐ അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. സോ നമ്മൾ ഈ ഒരു ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് സ്ട്രെങ്തൻ ചെയ്യാനാണ് നോക്കുന്നത്. സോ ഈ ഒരു ഇനീഷ്യേറ്റീവ് നമുക്കറിയാം സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ ഒരു ഗ്രൂപ്പാണ്. സോ ഈ ഒരു ഗ്രൂപ്പിൻ്റെ മെയിനായിട്ടുള്ള എയിം എന്നുള്ളത് ട്രേഡ് ഇമ്പ്രൂവ് ചെയ്യുക, അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് ലിങ്കുകൾ അത് കുറച്ചും കൂടി ബിൽഡ് ചെയ്യുക, അത് ബെറ്റർ ആക്കുക, ബിൽഡിങ് ആൻഡ് ബെറ്റർ ട്രാൻസ്പോർട്ട് ലിങ്ക്സ്. അതേപോലെ ഷിപ്പിംഗ് പ്രോസസ്സ് കുറച്ചും കൂടി സ്മൂത്തർ ആക്കുക, ലൈക്ക് ത്രൂ ദി മാരിടൈം ട്രാൻസ്പോർട്ട് എഗ്രിമെൻറ്റ്, മേക്കിംഗ് ഷിപ്പിംഗ് സ്മൂത്തർ ത്രൂ ദി മാരിടൈം ട്രാൻസ്പോർട്ട് എഗ്രിമെൻറ്റ്. ബട്ട് ഇവിടെ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ റീസെൻ്റ്ലി നമ്മൾ ബംഗ്ലാദേശിൻ്റെ അടുത്ത് നമ്മുടെ പോർട്ടുകൾ ഉപയോഗിക്കരുതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യൻ പോർട്ട് ഉപയോഗിക്കരുത് എന്ന് നമ്മൾ ബംഗ്ലാദേശിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. സോ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ബംഗ്ലാദേശ് ഇപ്പോൾ നമ്മുടെ പോർട്ട് ഉപയോഗിച്ചിട്ടാണല്ലോ ദേ ആർ ട്രൈങ് ടു എക്സ്പോർട്ട് ഗുഡ്സ് ടു അതർ കൺട്രീസ്. സോ ആ ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇന്ത്യ റീസെൻ്റ്ലി സ്റ്റോപ്പ് ലെറ്റിംഗ് ബംഗ്ലാദേശ് യൂസ് ഇറ്റ്സ് പോർട്സ് ടു എക്സ്പോർട്ട് ഗുഡ്സ് ടു അതർ കൺട്രീസ്. സോ ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു മൂവ്, അതായത് ഈ ഒരു BIMSTEC ഇത് നിലനിൽക്കുന്നത് തന്നെ റീജിയണൽ കോർപ്പറേഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ഇന്ത്യയുടെ ഈ ഒരു മൂവ് ഇറ്റ് ഗോസ് എഗെയിൻസ്റ്റ് ദ വെരി ഐഡിയ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ അല്ലേ, വിച്ച് BIMSTEC സ്റ്റാൻഡ്സ് ഫോർ. ആൻഡ് ഇതിൽ ബംഗ്ലാദേശിനുണ്ടായിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കുമ്പോൾ, ബംഗ്ലാദേശിൻ്റെ ആ ഒരു ഗാർമെൻറ്റ് എക്സ്പോർട്സിന് ഇത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു. ഓക്കെ, അതേപോലെ തന്നെ അവരുടെ പ്രൊഡക്ട്സ് റിലൈഡ് ഓൺ ഇന്ത്യൻ പോർട്സ്.
ഓക്കെ. ഫാസ്റ്റും അതേപോലെ ചീപ്പും ആയിട്ടുള്ള ഗ്ലോബൽ ഷിപ്പിങ്ങിന് വേണ്ടിയിട്ട് അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ പോർട്ടുകളായിരുന്നു. സോ നമ്മളത് ഇനി ഉപയോഗിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അത് അവർക്ക് വളരെയധികം നഷ്ടമാണ് ഉണ്ടാക്കിയത്. സോ അവർക്ക് ഇപ്പോൾ പുതിയ ദേ ഹാവ് ടു ഫൈൻഡ് മോർ എക്സ്പെൻസീവ് ആൻഡ് സ്ലോവർ ഓൾട്ടർനേറ്റീവ്സ്. സോ ഇന്ത്യ ഈ ഒരു ബംഗ്ലാദേശി ഗുഡ്സിൻ്റെ മേലെയും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പോർട്ട് ഉപയോഗിക്കരുത് മാത്രമല്ല, ഇന്ത്യ ഓൾസോ റെസ്ട്രിക്റ്റഡ് മോർ ബംഗ്ലാദേശി ഗുഡ്സ് ലൈക്ക് ക്ലോത്ത്സ് ആൻഡ് പ്ലാസ്റ്റിക് ഫ്രം എൻറ്ററിങ് ത്രൂ ലാൻഡ് പോർട്സ്. സോ ഇന്ത്യ പറയുന്നത് ബംഗ്ലാദേശും ഇന്ത്യയുടെ സാധനങ്ങൾ, അതായത് ദേ ഓൾസോ ലിമിറ്റഡ് സം ഇന്ത്യൻ ഇമ്പോർട്ട്സ്. ഓക്കെ, ബട്ട് മെനി സേ ഇന്ത്യയുടെ റെസ്പോൺസ് വാസ് ടു ഹാർഷ് എന്നുള്ളതാണ്. സോ വൈ ദിസ് മാറ്റർ ഫോർ ദ റീജിയൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പറഞ്ഞു ഈ ഒരു ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടർ ടെക്നിക്കൽ ആൻഡ് ഇക്കണോമിക് കോർപ്പറേഷൻ, ഈ ഒരു BIMSTECയിൽ ഈ ബംഗ്ലാദേശും ഇന്ത്യയും മാറ്റിക്കഴിഞ്ഞാൽ വേറെ കുറേ ആൾക്കാരുണ്ട് അല്ലേ. ഭൂട്ടാനും മ്യാൻമാറും നേപ്പാളും ശ്രീലങ്കയും തായ്ലാൻഡും ഒക്കെ ഉണ്ട്. സോ ഇവരൊക്കെ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അതർ കൺട്രീസ് ആർ വാച്ചിങ്, എസ്പെഷ്യലി ഈ ഒരു BIMSTECയിലുള്ള കൺട്രീസ്. സോ ഇഫ് ഇന്ത്യ യൂസസ് ട്രേഡ് റൂട്ട്സ് ആസ് എ പൊളിറ്റിക്കൽ പ്രഷർ, ഇത് ആ ഒരു ട്രസ്റ്റിനെ വീക്കൻ ചെയ്യാനായിരിക്കും ഇത് സഹായിക്കുക അല്ലേ. ഇറ്റ് കുഡ് വീക്കൻ ട്രസ്റ്റ്. അതേപോലെ ആ ഒരു ന്യൂട്രൽ ട്രേഡ് സിസ്റ്റം ഒരു എന്താ പറയുക, ഇറ്റ് വിൽ ടേൺ ദി ന്യൂട്രൽ ട്രേഡ് സിസ്റ്റം ഇൻ ടു ജിയോ പൊളിറ്റിക്കൽ ബാറ്റിൽ ഫീൽഡ്സ്. ആൻഡ് നമ്മുടെ ആ ഒരു റീജിയണൽ കോർപ്പറേഷൻ എന്നുള്ള ആ ഒരു ഐഡിയയെ തന്നെ ഇറ്റ് വിൽ ബി അണ്ടർമൈൻ ദ ഐഡിയ ഓഫ് റീജിയണൽ കോർപ്പറേഷൻ എന്നുള്ളതാണ്. സോ ഇന്ത്യ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യ ഈസ് ട്രൈങ് ടു ലീഡ് ദി BIMSTEC ആൻഡ് പ്രൊമോട്ട് റീജിയണൽ ട്രേഡ്. പക്ഷേ ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ആ ഒരു ആക്സസ്, നമ്മുടെ ഇന്ത്യൻ പോർട്സിലോട്ടുള്ള ആ ഒരു ആക്സസ് ബ്ലോക്ക് ചെയ്യുന്നതിലൂടെ, ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ട്രേഡിൽ നമ്മൾ ആ ഒരു ബ്ലോക്ക് വയ്ക്കുന്നതിലൂടെ ആ ഒരു ഫ്രിക്ഷനാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് റിസ്കിങ് ദി യൂണിറ്റി ഓഫ് ദ റീജിയൻ. സോ നമുക്കിനി ഈ ഒരു ഇന്ത്യയുടെ ബേ ഓഫ് ബംഗാൾ റീജിയനിലുള്ള ആ ഒരു റോള് അതിനെ പറ്റിയിട്ട് കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഈ ഒരു ന്യൂസ് കൺക്ലൂഡ് ചെയ്യാം. സോ നമുക്കറിയാം ഇന്ത്യയുടെ അടുത്ത് നമുക്ക് വി ഹാവ് ബെസ്റ്റ് പോർട്സ്, നമുക്ക് നല്ല ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട് ആൻഡ് നമ്മുടെ കാർഗോ ഹാൻഡ്ലിംഗ് ഒക്കെ സൂപ്പറാണ് ഈ ഒരു എസ്പെഷ്യലി ബേ ഓഫ് ബംഗാൾ റീജിയനിൽ. പക്ഷേ ഇതുകൊണ്ട് നമുക്കറിയാം ഇന്ത്യനെ കാണുന്നത് ആ ഒരു റീജിയനിലെ നാച്ചുറൽ ലീഡറായിട്ടാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ട്രസ്റ്റ് എന്നുള്ളത്, ട്രസ്റ്റും ഈസ് ജസ്റ്റ് ആസ് ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഈവൻ ദോ ഇന്ത്യ ഹാസ് ദി കപ്പാസിറ്റി, നമുക്ക് വേണ്ടത് കുറച്ചും കൂടി ക്രെഡിബിലിറ്റിയാണ് അല്ലെങ്കിൽ ട്രസ്റ്റാണ്. സോ ഇന്ത്യ ഒരു ട്രേഡിനൊരു പൊളിറ്റിക്കൽ പ്രഷറായിട്ട് അതിനൊരു വെപ്പണായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങൾ ദേ വിൽ സ്റ്റോപ്പ് റിലയിങ് ഓൺ ഇറ്റ് അല്ലേ ആൻഡ് ലുക്ക് എൽസ്വെയർ. സോ ഈ ഒരു റീജിയൻ, എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയൻ, ഇറ്റ് ഈസ് ഫുൾ ഓഫ് പൊട്ടൻഷ്യൽ. ആൻഡ് ഒരു സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ആ ഒരു കൺട്രീസുമായിട്ടുള്ള ആ ഒരു മേജർ ട്രേഡ് റൂട്ട് ആവാൻ സാധ്യതയുണ്ട്. അതായത് ഇറ്റ് കുഡ് ബിക്കം എ മേജർ ട്രേഡ് റൂട്ട് ബിറ്റ്വീൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഈ ഒരു ബേ ഓഫ് ബംഗാൾ റീജിയൻ. പക്ഷേ ഇതിൻ്റെ ഫ്യൂച്ചർ ഈസ് അറ്റ് റിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഡ്യൂ ടു ആ ഒരു ഗ്ലോബൽ ടെൻഷൻസ് ഗ്രോ ചെയ്യുന്നത് കൊണ്ട്, അതേപോലെ തന്നെ അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് കൊണ്ടും ഇതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ അതൊരു റിസ്കിലാണ്. ഓക്കെ, സോ ഒരു വേ ഫോർവേഡിനെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ ഒരു ബംഗ്ലാദേശിൻ്റെ ആ ഒരു ഇന്ത്യൻ പോർട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡീല് അത് നമ്മൾ റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇന്ത്യ ഷുഡ് ബ്രിങ് ബാക്ക് ഓർ റീപ്ലേസ് ദി ബംഗ്ലാദേശ് പോർട്ട് ഡീൽ. ഫെയർ ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യണം ഒരു റൂൾ ബേസ്ഡ് സിസ്റ്റം വെച്ചിട്ട്. ആൻഡ് നമ്മൾ ട്രേഡിനെ പൊളിറ്റിക്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് നിർത്തണം ടു ബിൽഡ് ലോങ് ടേം റീജിയണൽ ട്രസ്റ്റ്. ഇന്ത്യ ആ ഒരു പവറും ലീഡർഷിപ്പും ബാലൻസ് ചെയ്യണം. ഓക്കെ, അത് ബാലൻസ് ചെയ്യേണ്ടത് ഫെയർനെസ്സും കോർപ്പറേഷനും ഉപയോഗിച്ചിട്ടാണ്. സോ ഫാർ ഇന്ത്യസ് ആക്ഷൻ ഹാവ് സെൻഡ് മിക്സഡ് സിഗ്നൽസ് മേക്കിംഗ് അതർ ക്വസ്റ്റ്യൻസ്. അതായത് ഇഫ് ഇറ്റ് ക്യാൻ ട്രൂലി ലീഡ് ദ റീജിയൺ ഇൻ എ ട്രസ്റ്റ് വർത്തി വേ. സോ ഇന്ത്യക്ക് ആ ഒരു റീജിയണൽ ലീഡ് ചെയ്യാനുള്ള ടൂൾസ് നമ്മുടെ കയ്യിലുണ്ട്. ബട്ട് വിത്തൗട്ട് ട്രസ്റ്റ് ആൻഡ് ഫെയർനെസ് അതിൻ്റെ ആ ഒരു ലീഡർഷിപ്പ് ഒരുപാട് കാലം നിലനിൽക്കില്ല. സോ ഇന്ത്യ നീഡ്സ് ടു ആക്ട് മോർ predictably and neutrally to keep the Bay of Bengal region united and strong. So we'll move on to our next news. So നമ്മുടെ അടുത്ത ന്യൂസ് ഇറ്റ് വിൽ ബി ഷിപ്കില പാസിനെ കുറിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഷിപ്കില പാസ്. സോ ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ വരുന്നതാണ്. കറണ്ട് ഇവൻറ്റ്സ് ഓഫ് നാഷണൽ ഇൻ്റർനാഷണൽ ഇമ്പോർട്ടൻസ് GS പേപ്പർ 1 വരുന്നതാണ്. അതേപോലെ തന്നെ മെയിൻസിൽ നമ്മുടെ GS പേപ്പർ 2 വരുന്നതാണ്. ഇന്ത്യയുടെ നൈബർഹുഡ് റിലേഷൻസും. സോ
ഈ ഒരു ഷിക്ല പാസ് ഹിമാചൽ പ്രദേശിലാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഹൈ മൗണ്ടെയിൻ പാസ് ഓൺ ദി ഇന്ത്യ ചൈന ബോർഡർ. സോ ഇത് ടൂറിസ്റ്റുകൾക്കൊന്നും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ലായിരുന്നു സെക്യൂരിറ്റി കൺസേൺസ് മൂലം. ആൻഡ് ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഷിക്ല പാസ്. ഇതൊരു കിനൗർ ഡിസ്ട്രിക്റ്റിലാണ്. ഇന്ത്യൻ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ ഗോൾ എന്നുള്ളത് ടൂറിസം ബൂസ്റ്റ് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഒരു ബോർഡർ ഏരിയ ആണല്ലോ, ഇറ്റ് ഈസ് എ റിമോട്ട് ബോർഡർ ഏരിയ. സോ അവിടെ ആ ഒരു ലോക്കൽ ട്രേഡൊക്കെ പ്രൊമോട്ട് ചെയ്യുക, ടൂറിസം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് ഒരുപാട് വിസിറ്റേഴ്സിനെ കൊണ്ടുവരാൻ സഹായിക്കും. അതേപോലെ തന്നെ ആ ഒരു റീജിയനിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഹിമാചൽ പ്രദേശ് ഈസ് നൗ അലൗവിങ് ഇന്ത്യൻ ടൂറിസ്റ്റ് ടു വിസിറ്റ് ഷിക്ല പാസ്, hoping it will help the local economy by encouraging tourism and trade. സോ നമ്മുടെ ഈ ഒരു ഷിക്ല പാസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇറ്റ് വാസ് യൂസ്ഡ് ആസ് എ ട്രേഡ് റൂട്ട് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ടിബറ്റ്. ഓക്കെ, 15th സെഞ്ച്വറി തൊട്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രേഡ് റൂട്ടാണ്. ആൻഡ് ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ലിങ്കുകളാണ് ഫോർ ക്രോസ് ബോർഡർ ട്രേഡ്. പിന്നെ ഇവിടെ ഒരു സേക്രഡ് ആയിട്ടുള്ള ഒരു പ്രോമിസിനെ പറ്റിയിട്ട് നമുക്ക് പറയണം. സോ ഇവിടെ ട്രേഡ് നടന്നുകൊണ്ടിരുന്നത് ഒരു ട്രഡീഷണൽ ഓത്തിൻ്റെ ബേസിസിലാണ്. സോ അതിങ്ങനെയാണ്, അതായത് ആസ് ലോങ് ആസ് ലേക്ക് മാൻസരോവർ ഡസൻ ഡ്രൈ. മാൻസരോവർ നമുക്കറിയാലോ അല്ലേ, അതായത് ഹിന്ദുയിസവും പിന്നെ ബുദ്ധിസം, ജൈനിസം, ബോൺ റിലീജിയൻ. സോ ഇതിലൊക്കെ വളരെ സേക്രഡ് ആയിട്ട് കണക്കാക്കുന്ന ഒരു ലേക്കാണ് ലേക്ക് മാൻസരോവർ. ഓക്കെ, അതേപോലെ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും നേപ്പാളിൽ നിന്നും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ ഇത് മെയിൻലി ഇതൊരു പിൽഗ്രിമേജ് റീജിയൻ ആണ്. ഓക്കെ, ആൻഡ് ഇത് നമ്മുടെ ദിസ് ഈസ് എ സോഴ്സ് ഓഫ് 4 rivers. നമ്മുടെ ഇൻഡസിൻ്റെയും സത്ലജിൻ്റെയും ബ്രഹ്മപുത്രയുടെയും കർണാടകയുടെയും ഒക്കെ ഒരു സോഴ്സ് ആണ്. ആൻഡ് ഇറ്റ് ലൈസ് ഇൻ ദി വിസിനിറ്റി ഓഫ് ദിസ് റീജിയൻ. ഓക്കെ, സോ ഈ ഒരു നമ്മൾ ആ ഒരു സീക്രട്ട് പ്രോമിസിനെ പറ്റിയിട്ടാണ്, ട്രഡീഷണൽ ഓത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വന്നത് അല്ലേ. സോ എത്രത്തോളം കാലം ആ ഒരു മാനസരോവർ ഡ്രൈ ആവാതിരിക്കുന്നുവോ, ആൻഡ് എത്രത്തോളം കാലം ഈ കറുത്ത കാക്കകൾ വെളുക്കാതിരിക്കുന്നുവോ, ആൻഡ് ദ ടോളസ്റ്റ് മൗണ്ടെയിൻ ഡസൻ ഫ്ലാറ്റൻ, ദിസ് ട്രേഡ് വിൽ കണ്ടിന്യൂ ആസ് ലോങ് ആസ് ലേക്ക് മാനസരോവർ ഡസൻ ഡ്രൈ, എ ബ്ലാക്ക് ക്രോ ഡസൻ ടേൺ വൈറ്റ്, ആൻഡ് ദ ടോളസ്റ്റ് മൗണ്ടെയിൻ ഡസൻ ഫ്ലാറ്റൻ, ദിസ് ട്രേഡ് വിൽ കണ്ടിന്യൂ. സോ ഇതൊരു പോയറ്റിക് വേയിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുകയാണ്. സോ ഇത് കാണിക്കുന്നത് ആ ഒരു അൺബ്രേക്കബിൾ ബോണ്ടാണല്ലേ, ആ ഒരു ഫോർ എവർ ബോണ്ടാണ് ഈ ഒരു ട്രഡീഷണൽ ഓത്ത് കാണിക്കുന്നത്. സോ ഈ ഒരു കിനൗർ ഡിസ്ട്രിക്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഹിമാചലിലെ. സോ ഈ ഒരു ഷിക്ല പാസ് ഉള്ളത് അവിടെയാണ്. ആൻഡ് ഈ ഒരു കിനൗറിലുള്ള ആൾക്കാർ, എസ്പെഷ്യലി അവിടുത്തെ SC and ST ആൾക്കാർ, ദേ ഹാവ് എ വെരി സ്ട്രോങ് ടൈസ് വിത്ത് ദി പീപ്പിൾ ഇൻ ടിബറ്റ്. ഓക്കെ, ബോത്ത് കൾച്ചറൽ ആൻഡ് എക്കണോമിക്കൽ ടൈസ് ഉണ്ട് ടിബറ്റിലെ ആൾക്കാരുമായിട്ട്. സോ അവർ ആ ഒരു ട്രഡീഷൻ ഷെയർ ചെയ്തിരുന്നു, അവരുടെ ആ ഒരു ദേ ട്രേഡഡ് ഗുഡ്സ്. ഓക്കെ, സോ ഇത് വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ളൊരു ട്രേഡ് റീജിയൺ ആണ്. ഓക്കെ, സോ പാസ്റ്റിൽ ഇന്ത്യയിലുള്ള ഇപ്പോൾ റാംപൂർ ഹിമാചലിലുള്ള ഒരു ബുഷാർ സ്റ്റേറ്റും, ഓക്കെ, അതേപോലെ തന്നെ ടിബറ്റിലുള്ള ഒരു ഗൂജ് കിങ്ഡം, ദേ വർ ദ മെയിൻ സെൻറ്റേഴ്സ് ഓഫ് ട്രേഡ് ത്രൂ ദിസ് റൂട്ട്. സോ ഈ ഒരു ഷിക്ല പാസ് എന്നുള്ളത് വെറും ഒരു റോഡല്ല, ഇതൊരു ലൈഫ് ലൈൻ ഓഫ് ഫ്രണ്ട്ഷിപ്പാണ്. ഇറ്റ് വാസ് എ ലൈഫ് ലൈൻ ഓഫ് ഫ്രണ്ട്ഷിപ്പ്, ട്രേഡ് ആൻഡ് കൾച്ചർ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ടിബറ്റ്. സോ ഈ ഒരു ട്രേഡ്, ഇറ്റ് ഹാസ് ബീൻ ലാസ്റ്റഡ് ഫോർ സെഞ്ച്വറീസ്. ഓക്കെ, based on mutual trust and tradition until modern political changes interrupted it. സോ നമ്മുടെ 1962 ഇന്ത്യ ചൈന വാറിന് ശേഷം ഈ ഒരു ഷിക്ല വഴിയുള്ള ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ 2017 ആ ഒരു ഡോക്ലാം സ്റ്റാൻഡ് ഓഫ് ഉണ്ടായി, അതേപോലെ COVID-19 പാൻഡമിക് ഉണ്ടായി 2020s. സോ നമ്മുടെ റിലേഷൻ കുറച്ചും കൂടി വേഴ്സൺ ചെയ്തിരിക്കുകയായിരുന്നു. സോ ഇപ്പോൾ ടൂറിസ്റ്റിന് ദേ ക്യാൻ വിസിറ്റ് ഷിക്ല പാസ്, പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ ട്രേഡ് ഇപ്പോഴും അലൗ ചെയ്തിട്ടില്ല. Even though tourists are now allowed at Shipkila, actual trade between India and Tibet or China has not restarted. കാരണം ആ ഒരു പാസ്റ്റ് കോൺഫ്ലിക്ട്സും അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ ടെൻഷൻസും ആണ്. പിന്നെ ഇപ്പോൾ ഇന്ത്യൻസിന് അവിടേക്ക് ട്രാവൽ ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതായത് ദേ നോ ലോങ്ങർ നീഡ് എ സ്പെഷ്യൽ പെർമിറ്റ് ടു വിസിറ്റ് ഷിക്ല പാസ്. നമുക്ക് നമ്മുടെ കയ്യിൽ ആധാർ കാർഡ് മാത്രം ഉണ്ടായാൽ മതി. പിന്നെ അവിടുത്തെ ഹിമാചലിലെ ചീഫ് മിനിസ്റ്റർ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ട് അബൌട്ട് റീ ഓപ്പണിംഗ് ദി ട്രേഡ് റൂട്ട്. അതേപോലെ ലോക്കലി ഒരു ഡിമാൻഡ് ഉയർന്നു വന്നിട്ടുണ്ട്, ഒരു
കിനോർ ഇൻഡോ ചൈന ട്രേഡ് അസോസിയേഷൻ, ഇവരൊരു ലോക്കൽ ഗ്രൂപ്പാണ്. ആൻഡ് അവരും ഫോർമലി നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷിപ്ല പാസ് വഴിയുള്ള ആ ഒരു ട്രേഡ് റീസ്റ്റാർട്ട് ചെയ്യാൻ. സോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്ത്യൻ ടൂറിസ്റ്റിന് ദേ ക്യാൻ നൗ വിസിറ്റ് ഷിപ്ല പാസ് ഈസിലി വിത്ത് ജസ്റ്റ് ആധാർ. And there is a growing push from both local leaders and the communities to restart cross-border trade with Tibet or China through this historic route. സോ ഇവിടെ ട്രേഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടിബറ്റിൽ നിന്ന് ഇന്ത്യയിലോട്ട് വൂളും ലൈഫ് സ്റ്റോക്കും യാക്കിൻ്റെ ഹെയറൊക്കെ നമ്മൾ ട്രേഡ് ചെയ്തിരുന്നു. അതേപോലെ ഡിവോഷണൽ ഐറ്റംസും ഗോൾഡൊക്കെ ടിബറ്റിൽ നിന്നും ഇന്ത്യയിലോട്ട് വന്നിരുന്നു. ഇന്ത്യയിൽ നിന്ന് ടിബറ്റിലോട്ട് ഗ്രെയിൻസും അതേപോലെ സ്പൈസസും ഡ്രൈഡ് ഫ്രൂട്ട്സും ഒക്കെ നമ്മൾ കൊടുത്തിരുന്നു. അതേപോലെ മെറ്റൽസും യുട്ടൻസിൽസും നമ്മൾ ഷെയർ ചെയ്തിരുന്നു. സോ ഇവിടുത്തെ ഒരു ലോക്കൽ ഇമ്പോർട്ടൻസ് നോക്കുമ്പോൾ ആൻഡ് ഇവിടുത്തെ ഒരു ലോക്കൽ ഇമ്പോർട്ടൻസ് നോക്കുന്ന ടൈമിൽ ഇപ്പോൾ ഗോൾഡും അതേപോലെ ഈ ടെർക്കോയ്സും ഒക്കെ, ഈ ടെർക്കോയ്സ് എന്നുള്ളത് ഒരു നീല കളർ കല്ലാണ്. സോ അതിന് ക്യൂറേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ദേ ഹാവ് ആ ക്യൂറേറ്റീവ് പ്രോപ്പർട്ടീസ്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇത് മെയിനായിട്ട് ഇമോഷണൽ ഇൻറ്റഗ്രിറ്റിയും ഫിസിക്കൽ വെൽബീയിങ്ങും പിന്നെ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റും ഒക്കെ നൽകുന്ന കല്ലുകളായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. സോ ഈ ഒരു ഗോൾഡും ടെർക്കോയ്സും ഒക്കെ ടിബറ്റിൽ നിന്നുള്ള ഈ ഒരു ഗോൾഡും ടെർക്കോയ്സും ഒക്കെ ദേ വർ ഹൈലി വാല്യൂഡ്. ഓക്കെ, ഇത് ഒരു ട്രഡീഷണൽ ജ്വല്ലറി ആയിട്ട് ഈ ഒരു കിനോരിയിലുള്ള ഒരു ജില്ലയിലുള്ള ആൾക്കാർ, ഇതിൻ്റെ അടുത്തുള്ള നമ്മുടെ ഷിപ്ല പാസിൻ്റെ അടുത്തുള്ള ആൾക്കാർ, ആ ഒരു ഡിസ്ട്രിക്ട് ഹിമാചലിലുള്ള കിനോരിയിലുള്ള സ്ത്രീകൾ ഇതൊരു ട്രഡീഷണൽ ജ്വല്ലറി ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഈ ഒരു ഗോൾഡും ടെർക്കോയ്സും ഒക്കെ ടിബറ്റിൽ നിന്ന് വരുന്നത്. സോ ഈ ഒരു ട്രേഡ് അവിടുത്തെ ലോക്കൽ ആർട്ടിഷ്യൻസിനെയും ക്രാഫ്റ്റ് പീപ്പിളെയും ഒക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ദി ട്രേഡ് സപ്പോർട്ടഡ് ലോക്കൽ ആർട്ടിഷ്യൻസ് ആൻഡ് ക്രാഫ്റ്റ് പീപ്പിൾ ഫോർ ജനറേഷൻ. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ട്രേഡ് അല്ല, ഇറ്റ് ഈസ് മോർ ദാൻ ജസ്റ്റ് ട്രേഡ് അല്ലേ. സോ ഈ ഒരു ട്രേഡ് അവിടുത്തെ ഒരു ലോക്കൽ കൾച്ചറിനെ തന്നെ ഷേപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അവരുടെ ഭക്ഷണത്തിനെയും അവരുടെ ആ ഒരു കസ്റ്റംസിനെയും ഹാൻഡിക്രാഫ്റ്റ്സിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള ആ ഒരു ലോങ് സ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ് നമുക്കിവിടെ കാണാമല്ലേ. സോ ഈ ഒരു ഷിപ്ല പാസ് റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് മാനസരോവർ വരെയുള്ള, നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു പിൽഗ്രിമേജ് സ്പോട്ടാണ്. ഒരു പിൽഗ്രിമേജ് റൂട്ടിൽ 14 ദിവസം വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ബോർഡർ റീജിയൻസിൽ ഒരുപാട് ജോബ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് മേ റീകണക്ട് പീപ്പിൾ ആൻഡ് കൾച്ചർ അക്രോസ് ഇന്ത്യ ടിബറ്റ് ബോർഡർ. സോ ഈ ഒരു ഓൾഡ് ഇന്ത്യ ടിബറ്റ് ട്രേഡ് ത്രൂ ഷിപ്ല പാസ് wasn't just about goods, it is about culture, tradition and livelihood. സോ ഇതിപ്പോൾ റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഹ്യൂജ് ബെനിഫിറ്റ് ആയിരിക്കും. ട്രാവൽ ചെയ്യാനും അതേപോലെ ടൂറിസത്തിനും എംപ്ലോയ്മെൻറ്റിനും റീജിയണൽ ബോണ്ടിങ്ങിനും ഒക്കെ ഇത് സഹായിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ നമുക്ക് നാളെ വേറെ കുറച്ച് ന്യൂസുകളായിട്ട് കാണാം. ഓക്കെ, ബൈ, ഹാവ് എ നൈസ് ഡേ.